ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ 3 ആയത്ത് കഴിഞ്ഞ് ഇനി 4-ാമത്തെ ആയത്താണ് നമ്മൾ ഇന്ന് വിശദീകരിക്കുന്നത്. ആയത്ത് എങ്ങനെയാണ്? വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. വല്ലദീന എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വിഭാഗം ആളുകളാവുന്നത്. അവരെന്താണ് അവരുടെ പ്രത്യേകത? യുഅ്മിനൂന, അവർ വിശ്വസിക്കുന്നുണ്ട്, ബിമാ ഒന്നുകൊണ്ട്, ഉൻസില ഇറക്കപ്പെട്ടിട്ടുണ്ട്, ഇലൈക നബിയെ നിങ്ങളിലേക്ക്. അപ്പൊ നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ട ഒന്നുകൊണ്ട് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകളാവുന്നത്. ഇത് പറയുന്നത് അഹ്ലു കിതാബിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച ആളുകളെ കുറിച്ചാണ്. മുമ്പത്തെ ആയത്തിൽ പറഞ്ഞത് അറബികളിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച ആളുകളെ കുറിച്ച്. ഇവിടെ പണ്ഡിതന്മാർക്ക് ഈ ആയത്തിന്റെ ആർക്കാണ് ഇത് ഇറങ്ങിയത് എന്ന കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇനി പറയുന്ന ആയത്തും മുമ്പത്തെ ആയത്തും അഹ്ലു കിതാബിന്റെ ആളുകൾക്കും അറബികൾക്കും രണ്ടു കൂട്ടർക്കും ഒരേപോലെ ഇറങ്ങിയതാണ് എന്ന് പറയുന്നവരുണ്ട്. അല്ല, ആദ്യത്തെ ആയത്ത് അറബികൾക്കും രണ്ടാമത്തത് ഇനി പറയുന്ന ആയത്ത് അഹ്ലു കിതാബിന്റെ കാര്യത്തിലാണെന്ന് പറയുന്നവരും ഉണ്ട്. ഇൻഷാ അല്ലാഹ് അഭിപ്രായങ്ങൾ പിന്നീട് പറയാം. ഏതായാലും പ്രബലമായ അഭിപ്രായം ആദ്യം നമ്മൾ ഇറങ്ങിയ ഏത് മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞിട്ട് വിശദീകരിക്കണ്ടല്ലോ. യുഅ്മിനൂന ബിൽ ഗൈബി എന്ന് പറയുന്നത് അറബികളിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച ആളുകളെ കുറിച്ചാണ് എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. ഈ ആയത്ത് ഇനി പറയുന്ന ആയത്ത് ഇറങ്ങിയത് അഹ്ലു കിതാബിൽ നിന്നും ഇസ്ലാം സ്വീകരിച്ച ആളുകളെ കുറിച്ചാണെന്നുമാണ് പ്രബല അഭിപ്രായം. അപ്പൊ വല്ലദീന, ഒരു വിഭാഗം ആളുകൾ, യുഅ്മിനൂന അവർ വിശ്വസിക്കുന്നുണ്ട്, ബിമാ ഉൻസില ഇലൈക നബിയെ നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ട ഒന്നുകൊണ്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? അവര് വിശ്വസിക്കുന്നുണ്ട്. അതേതാ? പരിശുദ്ധ ഖുർആൻ. അതുപോലെ തന്നെ അതിൽ അടങ്ങിയിട്ടുള്ള ശരീഅത്തിന്റെ നിയമങ്ങളും അടക്കം. ഖുർആൻ മാത്രമാണോ? റസൂലുള്ളാഹിക്ക് ഖുർആൻ മാത്രം വിശ്വസിച്ചാൽ മതിയോ? അല്ല, ഖുർആൻ അടക്കം ഉൾക്കൊള്ളുന്ന അതിന്റെ ആഖിർ, ശരീഅത്തിന്റെ ആഖിർ വരെ വിശ്വസിക്കുന്ന ആളുകൾ. ഇവിടെ ഇപ്പോ ശരിക്കും ആയത്ത് ഇറങ്ങിയ സമയത്ത് ശരിക്കും എന്താണ്? ഖുർആൻ പുള്ള ഇറങ്ങിയിട്ടൊന്നുമില്ല. അറിയിക്കണോ? കാരണം ഇവർക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നുള്ളൂ. പിന്നെ അങ്ങനെ പറയാൻ കാരണം എന്താ? തീർച്ചയായിട്ടും ഈ വിഷയം, ഈ ഖുർആൻ ഇവരിലേക്ക് എന്ത് ചെയ്യണം? 100% ഇറക്കപ്പെടുന്ന കാര്യത്തിൽ എന്തില്ല, സംശയമില്ലാത്തതുകൊണ്ടാണ് ഇറക്കപ്പെട്ടത് എന്ന് തന്നെ പറയാൻ കാരണം. ജിന്നുകളെ കുറിച്ച് സൂറത്തുൽ അഹ്കാഫിലെ ആയത്ത് കാണാം. എന്താണ്? പരിശുദ്ധ ഖുർആന്റെ പാരായണം ജിന്നുകൾ കേട്ടപ്പോ ജിന്നുകൾ പറയുന്നുണ്ട്, ഇന്ന സമഅന കിതാബൻ ഉൻസില മിൻ ബഅദി മൂസ നബി അലൈഹി ഇസ്ലാമിന് ശേഷം ഇറക്കപ്പെട്ട ഒരു കിതാബിനെ നമ്മൾ തീർച്ചയായിട്ടും കേട്ടു എന്നാണ്. ജിന്നുകൾ കേട്ട സമയത്ത് കിതാബ്, പരിശുദ്ധ ഖുർആനെ കുറിച്ച് ജിന്നുകൾ പറയുന്നത്. ജിന്നുകൾ കേട്ട സമയത്ത് പരിശുദ്ധ ഖുർആൻ മുഴുവൻ എന്ത് ചെയ്തിട്ടില്ല? ഇറങ്ങിയിട്ടില്ല. പക്ഷെ കിതാബ് എന്നാ പറഞ്ഞത്. ഖുർആൻ മുഴുവൻ ഇറങ്ങിയ പോലെയാണ് പറഞ്ഞത്. അപ്പൊ തീർച്ചയായിട്ടും ഇനി ഇവർക്ക് ഈ ആയത്തിറങ്ങിയ സമയത്ത് ഇത് മുഴുവൻ ഇറങ്ങിയിട്ടില്ലെങ്കിലും, അവർ വിശ്വസിക്കുന്ന സമയത്ത് മുഴുവൻ ഇറങ്ങിയിട്ടില്ലെങ്കിലും ഇറങ്ങുന്നുള്ള കാര്യത്തിൽ എന്തില്ല, യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ടാണ് ഉൻസില ഇറക്കപ്പെട്ടത് തന്നെ എന്ന് പറയാനുള്ള കാരണം. അല്ലെ ഇറങ്ങാൻ പോകുന്നത് പറഞ്ഞാൽ മതിയല്ലോ. അതിനല്ല പറഞ്ഞിട്ടുണ്ട്. വല്ലദീന, ഒരു വിഭാഗം ആളുകൾ, യുഅ്മിനൂന അവർ വിശ്വസിക്കുന്നുണ്ട്, ബിമാ ഒന്നുകൊണ്ട്, ഉൻസില ആ ഒന്നിനെ ഇറക്കപ്പെട്ടിട്ടുണ്ട്, നബിയെ നിങ്ങളിലേക്ക്. അപ്പൊ ഖുർആനായി ഇറക്കപ്പെട്ട സംഗതികളുണ്ട്. അതായത് ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പാരായണം ചെയ്യപ്പെടുന്നതാണ്. പാരായണം ചെയ്യപ്പെടാത്തതും നബിയിലേക്ക് അവതരിക്കപ്പെട്ടിട്ടുണ്ട്. വഹി രണ്ട് രീതിയിലുണ്ട്. പാരായണം ചെയ്യപ്പെടുന്ന വഹിയുണ്ട്, പാരായണം ചെയ്യപ്പെടേണ്ടതില്ലാത്ത വഹിയുണ്ട്. അതും വഹിയാണ്.
വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യു യൂഹ. ഖുർആൻ പറയുന്നു, തോന്നിയമായിട്ട് പറയുന്ന ആളല്ല ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ എന്ത് പറഞ്ഞോ അതെന്താണ്? അത് വഹി അല്ലാതെ സംസാരിക്കൂല എന്നുള്ളതാണ്. അപ്പൊ വഹി രണ്ട് രീതിയുണ്ട്. ഖുർആനായിട്ട് അവതരിക്കപ്പെട്ട് പാരായണം ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് പരിശുദ്ധ ഖുർആനിലെ അൽ-ബഖറ ആയത്തുകൾ, ഈ സൂറത്തുകളൊക്കെ എന്നാണ്. അത് പാരായണം ചെയ്യപ്പെടുന്ന വഹിയാണ്. പാരായണം ചെയ്യപ്പെടേണ്ടതില്ലാത്ത വഹിയുണ്ട്. അതേതാണ്? ദീന്റെ ബാക്കി നിയമങ്ങളൊക്കെ റസൂലുള്ളാഹിക്ക് കൊടുത്തിട്ടുണ്ട്. നബിതങ്ങൾ സംസാരിച്ചത് ഇപ്പോ നിസ്കാരം എന്ന കുറെ പാരായണം ചെയ്യപ്പെടുന്ന വഴിയിലുള്ളൂ. നിസ്കാരത്തിന്റെ റക്അത്തുകൾ എണ്ണം, ഏത് നിസ്കാരം എന്ന പേരുകളൊക്കെ ഉള്ളത് ഏതിലാണ്? അതും വഹിയാണ്. പക്ഷെ ആ വഹി നമ്മൾ എന്ത് ചെയ്യണ്ട? പാരായണം ചെയ്യേണ്ട ആവശ്യം, പഠിച്ചാൽ മതി, പ്രാവർത്തിയാക്കിയാൽ മതി. ഇപ്പോ സക്കാത്തിന്റെ അവകാശികളെ പറയുന്നുണ്ടെങ്കിലും സക്കാത്തുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആയിട്ടുള്ള നിയമങ്ങൾ വഹിയിലുള്ള വഹി തന്നെയാണ്. പക്ഷെ ആ വഹി പാരായണം ചെയ്യപ്പെടുന്ന വഹിയല്ല. അതുപോലെ തന്നെ ദീനിന്റെ ശിക്ഷാ നിയമങ്ങൾ, ഹദ്ദുകൾ, ഹുദൂദുകൾ, ശിക്ഷാ നടപടികൾ അധികവും ഖുർആനിലില്ല. അധികവും ഏതിലുള്ളതാണ്? വഹിയാണ്. വ്യഭിചാരിയായ പുരുഷനെയും വ്യഭിചാരിയായ സ്ത്രീയെയും വിവാഹിതയായാൽ എറിഞ്ഞു കൊല്ലണമെന്ന് പോലും ഏതിലില്ല? ഖുർആനിൽ ഇല്ല. പക്ഷെ ആർക്കെല്ലാം അഭിപ്രായത്തിലുണ്ടോ? ഇല്ല. വ്യഭിചാരിണിയായ സ്ത്രീയെയും വ്യഭിചാരിയായ പുരുഷനെയും വിവാഹിതനായാൽ അവരെന്ത് ചെയ്യണം? എറിഞ്ഞു കൊല്ലണമെന്ന് ഏതിലില്ല? ഖുർആനിലില്ല. അടിക്കണമെന്ന് ഖുർആനിലില്ല. അസ്സാനിയത്തു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദി മിൻഹുമാ എന്നുണ്ട്. പക്ഷെ ആരാണ് അടിക്കേണ്ടത്, ആരാണ് എറിഞ്ഞേണ്ടത് എന്നുള്ളത് വഹിയാണ്. പക്ഷെ ആ വഹി എന്നല്ല, പാരായണം ചെയ്യപ്പെടേണ്ട വഹി അല്ല. അപ്പൊ ഇൻസാല് പാരായണം ചെയ്യപ്പെടുന്ന വഹിയും വിശ്വസിക്കണം, പാരായണം ചെയ്യപ്പെടേണ്ടതില്ലാത്ത വഹിയും നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ എന്ന് മനസ്സിലാക്കണം. അപ്പൊ വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക, നബിയെ നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ട ഒന്നുകൊണ്ട് വിശ്വസിക്കുന്നവരും വമാ ഉൻസില മിൻ ഖബ്ലിക, നിങ്ങൾക്ക് മുമ്പ് ഇറക്കപ്പെട്ട ഒന്നുകൊണ്ട് വിശ്വസിക്കുന്നവരും. അതാണ് അഹ്ലുൽ കിതാബിനെ അങ്ങനെ അഹ്ലുൽ കിതാബിന്റെ കാര്യത്തിൽ അത് പറയാൻ കാരണം എന്ന് പറയാൻ കാരണം, നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ട ഖുർആനെ അവർ വിശ്വസിക്കുന്നുണ്ട്, മറ്റു നിയമങ്ങളെ വിശ്വസിക്കുന്നു. വമാ ഒന്നുകൊണ്ടും വിശ്വസിക്കുന്നവരാണ്. ബിമാ ഉൻസില, ആ ഒന്നിനെ ഇറക്കപ്പെട്ടിട്ടുണ്ട്, മിൻ ഖബ്ലിക, നിങ്ങൾക്ക് മുമ്പ്. അപ്പൊ നിങ്ങൾക്ക് മുമ്പ് ഇറക്കപ്പെട്ട ആ ഗ്രന്ഥങ്ങളിൽ വിശ്വസിച്ചവരാണ് നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ട ഈ ഗ്രന്ഥം കൊണ്ട് വിശ്വസിച്ച ഒരു വിഭാഗം ആളുകളാണ്. അതാണ് പറയുന്നത്. മുമ്പ് ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ തൗറാത്ത്, ഇഞ്ചീല്, മറ്റുള്ള ഗ്രന്ഥങ്ങള് അതൊക്കെ ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഗ്രന്ഥങ്ങളെ കുറിച്ച് വിശ്വസിക്കൽ എന്നുള്ളൂ മുഫസ്സലായിട്ട് അതിന്റെ ഓരോ നിയമങ്ങളും അനുസരിച്ച് വിശ്വസിക്കേണ്ട ബാധ്യത ആർക്കില്ല? നമുക്കുണ്ടോ? ഇല്ല. നമുക്ക് മൂസാ നബി അലൈഹി സ്വലാമിന് തൗറാത്ത് ഇറക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വിശ്വസിച്ചാൽ മതി. ഈസാ നബി അലൈഹി സ്വലാമിന് ഇഞ്ചീൽ ഇറക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ദാവൂദ് നബിക്ക് സബൂർ കൊടുത്തിട്ടുണ്ട് എന്ന് വിശ്വസിച്ചാൽ മതി. അത്ര നമുക്ക് ആ വിശ്വാസത്തിൽ വിശ്വസിക്കേണ്ടുള്ളൂ. നബിയാണ്, ഗ്രന്ഥമുണ്ട്, അത് സബൂറാണ്, ഇഞ്ചീൽ. നേരെ മറിച്ച് ഈ ക്രിസ്തു മതത്തിൽ ഇസ്ലാമിലേക്ക് വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ക്രിസ്തീയ നിയമങ്ങളും അന്ന് വിശ്വസിക്കാൻ എന്തായിരുന്നു? ഓരോ നിയമങ്ങളും വിശ്വസിക്കാൻ അവർക്ക് എന്തായിരുന്നു? ബാധ്യത ഉണ്ടായിരുന്നു. ഓരോ നിയമങ്ങളും വിശ്വസിക്കാൻ അവർക്ക് ബാധ്യസ്ഥത ഉണ്ടായിരുന്നു. അതേപോലെ ഇസ്ലാം വന്നപ്പോ, ഇസ്ലാമിലേക്ക് വന്നപ്പോഴും ഓരോ നിയമങ്ങളും വിശ്വസിക്കാൻ അവർക്ക് എന്തായി? ബാധ്യതയായി. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് അത്തരം ആളുകൾക്ക് എന്തുണ്ട്? ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൽ കാണാം. ഇവർക്ക് ഇരട്ടി കൂലി ഉണ്ടെന്നാണ്. കാരണം എന്താണ്? നമ്മൾ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന, ഖുർആനിൽ വിശ്വസിക്കുന്ന ഓരോ നിയമങ്ങളും ഡീറ്റെയിൽഡ് ആയി വിശ്വസിക്കേണ്ട പണി അതേപോലെ അവർ ഏതിലും എടുത്തിട്ടുണ്ട്? തൗറാത്തിലും ഇഞ്ചിയിലും അവർ എന്ത് ചെയ്തിട്ടുണ്ട്? എടുത്തിട്ടുണ്ട്. അപ്പൊ ഇരട്ടി പണി ആരെടുത്തിട്ടുണ്ട്? അവരെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് എന്തുണ്ട്? ഇരട്ടി കൂലി ഉണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൽ പല ആയത്തിലൂടെയും പറയുന്നു. ഉദാഹരണം ശ്രദ്ധിക്കാം. وإن من أهل الكتاب لمن يؤمن بالله وما أنزل إليكم وما أنزل إليهم خاشعين
ഖാശിഈനലില്ല അങ്ങനെ പറയുന്നുണ്ട്. അഹ്ലു കിതാബ് നിങ്ങളിൽ വിശ്വസിച്ചിട്ടുണ്ട്, മുൻകാല ഗ്രന്ഥത്തിൽ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. അല്ലദീന ആതൈനാഹുമുൽ കിതാബ മിൻ ഖബ്ലിഹി ഹും ബിഹി യുമിനൂൻ അങ്ങനെ പറയുന്നത്. ഉലൈക യുതൗന അജ്റഹും മറത്തൈനി ബിമാ സബറു അവർക്ക് ഇരട്ടി കൂലിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ കാരണം അവര് അതും വിശ്വസിച്ചിട്ടുണ്ട് ഇതും വിശ്വസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവർ ചെയ്ത വലിയ സംഗതി. കാരണം ചില സഹാബികൾ, ഇപ്പൊ ഉദാഹരണമായി പറയണമെങ്കിൽ അബ്ദുല്ലാഹി ബിൻ സലാം പ്രമുഖനായ സഹാബിയാണ്. മഹാനവറുകള് തൗറാത്തും വിശ്വസിച്ചിട്ടുണ്ട്, അതേപോലെ കുറച്ചത്തെ ഖുർആനും വിശ്വസിക്കേണ്ടി വരുന്നുണ്ട്. തൗറാത്തിന്റെ നിയമങ്ങൾ ഓരോ ശാഖയിലും ഓരോ നിയമങ്ങൾ വിശ്വസിച്ച ആളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയണ്ടായി, മൻ സറഹു അൻ യൻദുറ ഇലാ അഹ്ലിൽ ജന്ന ഫൽയൻദുർ ഇലാ ഹാദാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സ്വർഗാവകാശിയെ ലൈവായി കാണണമെങ്കിൽ, ഇപ്പൊ തന്നെ ദുന്യാവിൽ വെച്ച് സ്വർഗത്തിൽ പോകാൻ പോകുന്ന ആളെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഫൽയൻദുർ ഇലാ ഹാദാ. ഇബ്നു അബ്ദുസ്സലാമിനെ നോക്കി, അബ്ദുല്ലാഹി ഇബ്നു സലാമിനെ കാണിച്ചിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തെ കണ്ടാൽ മതി. അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ നേരെ എവിടെ പോകാനുള്ള ആളാണ്? സ്വർഗത്തിൽ പോവാനുള്ള ആളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അബ്ദുല്ലാഹി സലാം മദീനയിലെ ജൂത പുരോഹിതനായിരുന്നു. മദീനയിലെ ജൂതന്മാർക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളായിരുന്നു. വളരെ ജീവിതത്തിൽ വിശുദ്ധിയുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന്റെ സമയങ്ങൾ വെറുതെ മഹാനവറുകൾ ചെലവഴിക്കുമായിരുന്നില്ല. സമയത്തിനെ 3 ഭാഗമാക്കി തിരിച്ചിരുന്നു. ഒരു ഭാഗം നിത്യജീവിതത്തിന്റെ മൈഷത്തിന് വേണ്ടി, കൃഷിക്ക് വേണ്ടി ചെലവഴിച്ചിരുന്നു. ഒരു ഭാഗം അല്ലാഹു തആലക്ക് വേണ്ടി തൗറാത്ത് അനുസരിച്ച് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ചെലവഴിച്ചിരുന്നു. ഒരു ഭാഗം വീണ്ടും തൗറാത്തിന്റെ പഠനത്തിന് വേണ്ടി ചെലവഴിച്ചിരുന്നു. അങ്ങനെ ജീവിതത്തിലെ ഒരു സമയം പോലും വേസ്റ്റാക്കാതെ ജീവിച്ച ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരു ജൂത പ്രശസ്തനായ പുരോഹിതനാണ് അബ്ദുല്ലാഹി ബിൻ അബ്ദുസ്സലാം. തൗറാത്ത് അപ്പോഴും വായിക്കുമ്പോഴും അതിൽ മഹാനവറുകൾ പ്രത്യേകമായി കോട്ട് ചെയ്യുന്ന ഒരു വരി ഉണ്ടായിരുന്നു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്. തൗറാത്തിൽ എപ്പോഴും ഇങ്ങനെ വായിക്കുമ്പോ നബിതങ്ങളെ കുറിച്ചുള്ള പരാമർശെത്തുമ്പോ അവിടെ ഇരുന്ന് അള്ളാഹുവിനോട് കുറെ നിരന്തരം പ്രാർത്ഥിച്ചിരുന്നു. അള്ളാഹുവെ, ഈ പ്രവാചകൻ വന്നാൽ ഏറ്റവും ആദ്യം വിശ്വസിക്കാനും എല്ലാം മനസ്സിലാക്കാനുള്ള ഒരു തൗഫീഖ് എനിക്ക് തരണേ എന്ന് നിരന്തരം തൗറാത്ത് വായിക്കുമ്പോൾ മഹാനവറുകൾ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്ന് മദീനയിലേക്ക് വന്നപ്പോൾ തന്നെ യഹൂദകളിൽ ആദ്യം ചെന്നിട്ട് ഖുബാ പള്ളിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന ആ സമയത്ത് ആ ഭാഗത്തെത്തിയപ്പോ ആദ്യം ചെന്നിട്ട് റസൂലുള്ളാഹി ചെന്നിട്ട് എന്ത് ചെയ്തു? നേരെ ഡയറക്റ്റ് ചെന്നിട്ട് ഇസ്ലാം സ്വീകരിച്ചു. ഒന്നും സംശയിക്കേണ്ട ആവശ്യം മാനവർക്കില്ലായിരുന്നു. പോണ സമയത്ത് വീട്ടില് ഈത്തപ്പനയുടെ കൃഷി ഏർപ്പെട്ട സമയത്ത് ആരോ പറഞ്ഞു, പ്രവാചകൻ മക്കയിൽ നിന്ന് ഒരാൾ പ്രവാചകനായി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ അവിടെ ഇരുന്ന് ഉറക്കെ തക്ബീർ ചൊല്ലിയെന്നാണ് ഇബ്നു അബ്ദുസ്സലാം. ഉറക്കെ തക്ബീർ ചൊല്ലി. അപ്പോ പിതാവിന്റെ സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരി ഇദ്ദേഹത്തെ ആക്ഷേപിച്ചു. നീ എന്തിനാണ് ഇങ്ങനെ തക്ബീർ ചൊല്ലണത്? നീ മൂസാ നബിയുടെ വിഷയത്തിൽ പോലും ഇത്ര ആത്മാർത്ഥമായി തക്ബീർ ചൊല്ലൽ ഞാൻ കണ്ടിട്ടില്ലല്ലോ. നീ എന്താണ് ഇങ്ങനെ തക്ബീർ ചൊല്ലാൻ കാരണം എന്ന് ചോദിച്ചപ്പോ അത് വന്നയാൾ യഥാർത്ഥ പ്രവാചകനാണ് എന്ന് പറയുകയും അതിന്റെ വിഷയങ്ങൾ തന്റെ അമ്മായിക്ക് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു ഇബ്നു അബ്ദുസ്സലാം. അങ്ങനെ റസൂലുള്ളാഹിനെ പോയി കണ്ട് നബിസ്ലാട് പോയിട്ട് നേരം എന്ത് ചെയ്തു? ഇസ്ലാം സ്വീകരിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പറഞ്ഞ, ഞാൻ റസൂലുള്ളാഹിനെ കണ്ട നബിതങ്ങൾ പറഞ്ഞ വാക്കുകൾ ഇബ്നു സലാം ചരിത്രത്തില് പലരും ഉദ്ധരിക്കുന്നുണ്ട്. ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? നിങ്ങൾ ആരെ കണ്ടാലും സലാം പറയണം. രണ്ടാമത് പറഞ്ഞ്, നിങ്ങൾ ആർക്കും നിങ്ങൾ ഭക്ഷണം കൊടുക്കണം. ദീനിൽ വലിയൊരു വിഭാഗത്താണ് ഏത്? ഭക്ഷണം കൊടുക്കും. ഭക്ഷണം കൊടുക്കാൻ ആവശ്യമുള്ളവനും ആവശ്യമില്ലാത്തവനും, പണക്കാരനും ദരിദ്രനും, അവിടെ എന്തില്ല, പാവങ്ങൾക്ക് ഭക്ഷണം എന്നല്ല. ഭക്ഷണം ചിലപ്പോൾ ആർക്കും ഏത് ഭക്ഷണവും ചിലപ്പോൾ ആവശ്യം അത് വിശപ്പിനനുസരിച്ചാണ്. പണത്തിന്റെ ഗതി അവിടെ എന്തില്ല. അപ്പൊ ആർക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഭക്ഷണം നോക്കാം. ഭക്ഷണം നോക്കൽ ദീനിലെ വലിയൊരു ഭാഗത്താണ്. പിന്നെ പറഞ്ഞത്
നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ രാത്രി നിസ്കരിക്കണം. ജനങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ നിസ്കരിക്കണം എന്ന് ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറയാണ്, ഈ 3 സംഗതി പറഞ്ഞിട്ട് പറയണേ, ഈ 3 സംഗതികൾ ചെയ്തിട്ട് വദഖുലുൽ ജന്നത ബിസ്സലാം, വളരെ സുരക്ഷിതമായി നിങ്ങൾ സ്വർഗത്തിൽ പോകണം. 3 സംഗതി റസൂലുള്ളാഹി പറഞ്ഞു. ആ 3 ചെയ്തിട്ട് നിങ്ങൾ സ്വർഗത്തിൽ പോയിക്കോളി എന്ന് പറഞ്ഞു. സലാം പറയാം, ഭക്ഷണം കൊടുക്കുക, രാത്രി നിസ്കരിക്കുക, സ്വർഗത്തിൽ പോയിക്കോളി. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്ന് ഞാൻ കേട്ടത്, ആദ്യമായി നബിയെ ഞാൻ കേട്ടത് എന്ന് ഇബ്നു അബ്ദുസ്സലാം പറയുന്നു. അങ്ങനെ ഇബ്നു അബ്ദുസ്സലാം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹിനെ കണ്ടിട്ട് പറഞ്ഞു, നബിയെ ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് പറയുന്നു. അതായത് ആ സ്വപ്നം നബിതങ്ങൾക്ക് മഹാനവറുകൾ വിശദീകരിച്ചെടുത്തു. എങ്ങനെയായിരുന്നു ആ സ്വപ്നം കണ്ടത്? താൻ ഒരു വഴിയിലൂടെ ഇങ്ങനെ യാത്ര പോവുകയാണ്. അപ്പോൾ മുന്നിൽ 2 വഴികളുണ്ട്. വലഭാഗത്ത് ഒരു ജംഗ്ഷൻ എത്തിയപ്പോ, ടേണിംഗ് എത്തിയപ്പോ വലഭാഗത്തേക്ക് ഒരു വഴിയുണ്ട്, ഇടഭാഗത്തൊരു വഴിയുണ്ട്. ഞാൻ ഇടഭാഗത്തെ വഴിയിലൂടെ പ്രവേശിക്കാൻ നിന്നപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, നീ അവിടെ പ്രവേശിക്കരുത്, അത് നിനക്കുള്ള വഴിയല്ല, നീ വലഭാഗത്തിലൂടെ പോവുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വലഭാഗത്തെ വഴിയിലൂടെ പ്രവേശിച്ച് കുറച്ച് പോയപ്പോൾ വലിയൊരു പൂന്തോട്ടത്തിൽ. അങ്ങനെ ഞാൻ ആ പൂന്തോട്ടത്തിൽ പ്രവേശിച്ചു. പൂന്തോട്ടത്തിൽ ചെന്നപ്പോ നല്ലൊരു വലിയ ഒരു ഫില്ലർ, ഒരു തൂണ് ആ പൂന്തോട്ടത്തിന്റെ മധ്യത്തിലുണ്ട്. അങ്ങനെ ഒരാൾ എന്നോട് പറഞ്ഞു, നീ ആ തൂണിൽ കയറണം. അപ്പൊ ഇബ്നു അബ്ദുസ്സലാം പറഞ്ഞു, എനിക്ക് കയറാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ വന്ന ആള്, ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്നുള്ളത് അദ്ദേഹത്തെ താങ്ങി തൂണിന്റെ ഏറ്റവും, അദ്ദേഹം പറഞ്ഞത് ആകാശം മുട്ട് നിൽക്കുന്ന ഒരു തൂണാണ്, അതിന്റെ ഏറ്റവും മുകളിൽ പോയി. അപ്പോൾ അവിടെ ഒരു വളയം, ഒരു വട്ടക്കണ്ണി ഉണ്ടായിരുന്നു. അത് പിടിക്കാൻ പറയും. ഞാൻ അതിന്മേൽ പിടിച്ചു നിൽക്കുന്നത് കണ്ടു. ഉടനെ ഞാൻ ഉണർന്നു നബിയെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇബ്നു അബ്ദുസ്സലാം പറഞ്ഞപ്പോ നബിതങ്ങൾ പറഞ്ഞു, നീ കണ്ട വഴി ഒന്ന് അസ്ഹാബുൽ യമീനാണ്, മറ്റൊന്ന് അസ്ഹാബുൽ ശിമാലാണ്. ഇടതുവശം നരകത്തിന്റെ വഴിയാണ്, വലതുവശം സ്വർഗത്തിന്റെ വഴിയാണ്. നീ വന്നത് സ്വർഗത്തിന്റെ വഴിയിലാണ്. നീ പ്രവേശിച്ച പൂന്തോട്ടം പരിശുദ്ധ ഇസ്ലാമാണ്. നീ കണ്ട ആ ഒരു തൂൺ ദീനാണ്. നീ പിടിച്ച ആ വട്ടക്കണ്ണി അത് ഉർവത്തുൽ വുസ്ഖ, ബലിഷ്ഠമായ കയറാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ദുസ്സലാം പറഞ്ഞു. അപ്പൊ നീ അതിൽ ഉറച്ചു നിൽക്കുന്നവനാണ്, നീ ദീനിൽ ഉറച്ചു നിൽക്കുന്നവൻ, നീ ദീനിൽ പ്രവേശിച്ചവനാണ്, നീ സ്വർഗത്തിന്റെ ആലുകാരനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറഞ്ഞു, മൻ സറഹു അൻ യൻദുറ ഇലാ അഹ്ലിൽ ജന്ന ഫൽയൻദുർ ഇലാ ഹാദാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ദുനിയാവിൽ വെച്ചിട്ട് തന്നെ സ്വർഗവാസിയെ കാണണമെങ്കിൽ ഇദ്ദേഹത്തെ കണ്ടാൽ മതി എന്ന് അവർ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ ജൂതമതത്തിലുള്ള ഗ്രന്ഥങ്ങൾ നന്നായി പഠിക്കുകയും ഇസ്ലാം വന്നിട്ട് ഇസ്ലാമിലേക്ക് വന്നിട്ട് നന്നായി പഠിക്കുകയും ചെയ്യുന്ന മഹാനാണ് ഇബ്നു അബ്ദുസ്സലാം. അപ്പൊ ഇരട്ടി കൂലി കിട്ടുന്ന ആളുകളാണ്. ഇരട്ടി കൂലി കിട്ടുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിചാരിച്ചിട്ട് അത് ഒരു വിഭാഗമാണ്. അതൊരു അവരുടെ ആ ഒരു അത് അവർക്ക് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. നമ്മൾ വേറെ മതത്തിൽ വന്നതല്ലല്ലോ, അവർക്ക് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. എന്ത് ക്രിസ്തു മതത്തിൽ നിന്ന് കണ്ടുവരിക, ഇസ്ലാമിലേക്ക് വരിക എന്നുള്ളത്, അല്ലെങ്കിൽ ജൂതരിൽ നിന്ന് ഇസ്ലാമിലേക്ക് വരിക, അവർക്ക് മാത്രമുള്ള ഭാഗ്യം. എന്നാൽ പരിശുദ്ധ ഇസ്ലാം അങ്ങനെ ഒന്നല്ലല്ലോ. ഇസ്ലാം ആ നിലക്ക് അവർക്ക് പ്രത്യേകത ഉണ്ട് വിചാരിച്ചിട്ട് ഒരുപാട് ഇരട്ടി കൂലി കിട്ടുന്ന പുണ്യങ്ങൾ പരിശുദ്ധ ഇസ്ലാമിൽ വേറെയും. അത് നമുക്കും അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്നാ പറയുന്നത്. ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാണാം, സലാസത്തുൻ യൗതൗന അജ്റഹും മറത്തൈൻ, 3 കൂട്ടർക്ക് ഇരട്ടി കൂലി ഉണ്ടാവുന്നതാണ്. റജുലുൻ മിൻ അഹ്ലിൽ കിതാബി ആമന ബിനബിഹി വ ആമന ബി, അഹ്ലുൽ കിതാബ് വിശ്വസിച്ച് എന്നെ വിശ്വസിച്ചാണ്. വറജുലുൻ മംലുകുൻ ഹദ്ദ ഹഖല്ലാഹി വ ഹഖ മവാലിഹി, ഒരു അടിമ, ആ അടിമ യജമാന്റെ കടമയും നിർവഹിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ കടമയും നിർവഹിക്കുന്നുണ്ട്. ആ അടിമക്ക് എത്ര കൂലിയുണ്ട്? 2 കൂലിയുണ്ട്. വറജുലുൻ അദ്ദബ ജാരിയതു ഫഅഹ്സന തഅദീബഹ സുമ്മ അതഖഹ വതസവ്വജഹ എന്നാണ്. ഒരു മനുഷ്യൻ അടിമ സ്ത്രീയെ ദീൻ പഠിപ്പിക്കുകയും
എന്നിട്ട് ആ അടിമ സ്ത്രീയെ മോചിപ്പിക്കുകയും പിന്നീട് ആ അടിമ സ്ത്രീ സ്വതന്ത്രയാക്കി വിവാഹം കഴിക്കുകയും ചെയ്താൽ അയാൾക്ക് 2 കൂലിയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതും നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തല്ല, നമ്മൾ വിചാരിച്ച രൂപത്തിലില്ല. കാരണം നമ്മള് മനസ്സിലാക്കേണ്ടത്, എന്നാൽ നമുക്കും ഇഷ്ടം പോലെ 8 കൂലി കിട്ടുന്ന പ്രതിഫലങ്ങളുണ്ട്. 1-2 ഹദീസുകളിൽ നമുക്കും കൂടി നമ്മളും അതിന്റെ ഭാഗമാവും എന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ വിശദീകരിക്കുകയാണ്. ഒന്ന്, വളരെ നിപുണനായി പരിശുദ്ധ ഖുർആൻ ഓതുന്നവൻ അയാൾ മലായിക്കത്തുകളുടെ കൂടെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വല്ലദീ യഖറഉൽ ഖുർആന, വളരെ പ്രയാസപ്പെട്ടിട്ട് കഷ്ടപ്പെട്ട് ഖുർആൻ ഓതി പഠിക്കുന്ന ആള്. ഖുർആൻ പഠിക്കുന്നുണ്ട്, ഓതുന്നുണ്ട്, വല്ല പ്രയാസമാണ്. അങ്ങനെ മെനക്കെട്ട് കഷ്ടപ്പെട്ട് പഠിക്കുകയാണ്, ഓതി ഉണ്ടാക്കുകയാണ്. അല്ലെങ്കിൽ ഓതാൻ ബുദ്ധിമുട്ടുള്ള ആള്, ലഹു അജ്റാനി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അയാൾക്ക് എത്ര കൂലിയുണ്ട്? 2 കൂലിയുണ്ട്. ഒരു വിധികർത്താവ് ഒരാൾക്കിടയിൽ വിധി പറയുകയും ആ വിധി വളരെ കറക്റ്റ് ആവുകയും ചെയ്താൽ അയാൾ ആ വിധി കറക്റ്റ്, ഒരാൾ ഒരു വിഷയത്തിൽ ഒരു പഠനം നടത്തുകയും എന്നിട്ട് അതിനിടയിൽ അയാൾ വിധി പറയുകയും ചെയ്താൽ അയാൾക്ക് ആ വിധി പഠിച്ചതും നടപ്പിൽ വരുത്തിയും വിധിച്ചതുമായ കാരണം കൊണ്ട് അയാളുടെ വിധി കറക്റ്റ് ആവുകയും ചെയ്താൽ അയാൾക്ക് 2 കൂലിയുണ്ട് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? റസൂലുള്ളാഹി എന്ന് പറഞ്ഞ് കാണാൻ കഴിയും. അതുപോലെ തന്നെ സ്വന്തം കുടുംബത്തിന് വേണ്ടി സ്വതക്ക കൊടുത്താണ്. സ്വതക്ക കൊടുക്കുന്നുണ്ട്, അതൊരു കൂലിയാണ്. പക്ഷെ നമ്മളെ സ്വന്തം കുടുംബത്തിന്റെ മേലിൽ ഒരാൾ സ്വതക്ക എടുക്കുകയാണെങ്കിൽ അയാൾക്ക് എന്തുണ്ട്? 2 കൂലിയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുടുംബത്തിന്റെ കൂലിയും അതുപോലെ തന്നെ എന്താണ് സ്വതക്ക കൊടുത്ത കൂലിയും 2 കൂലിയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ അസർ നിസ്കാരം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അശ്രദ്ധ സംഭവിക്കുന്ന ഒരു നിസ്കാരമാണ് ഏത്? അസർ നിസ്കാരം. അങ്ങനെയുണ്ട്. അറബിയിൽ പ്രത്യേകിച്ച്, കാരണം ചൂടായിട്ട് ഉറങ്ങിയിട്ട് ക്ഷീണം കൊണ്ടൊക്കെ എന്ത് ചെയ്യും, അസർ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒന്നും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അശ്രദ്ധ വരുന്നുണ്ട്. പിന്നെ ആളുകൾ ജോലിയിലാണെങ്കിൽ ജോലി തിരക്ക് അവസാനിക്കുന്ന സമയമായതുകൊണ്ട് എന്തുണ്ടാവും, അസർ നിസ്കാരം എന്താവും, അധികം എന്താവും, അത് അതിന്റെ കറക്റ്റ് സമയത്തില് എന്തുണ്ടാവും, ജമാഅത്തിലൊക്കെ എന്തുണ്ടാവും, കൃത്യത വരാതിരിക്കും. അപ്പൊ അസർ ജമാഅത്ത്, അസർ നിസ്കാരം കറക്റ്റ് കൃത്യമായി സൂക്ഷിക്കുന്ന ആൾക്കെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ കാണാം. ഇന്ന ഹാദിഹി സ്വലാത്ത, ഈ നിസ്കാരം എന്ന് പറഞ്ഞാൽ അതായത് അസർ നിസ്കാരം നിങ്ങൾക്ക് മുമ്പുള്ള സമൂഹത്തിനും നിർബന്ധമായിട്ടുണ്ട്. മുൻകാല സമൂഹത്തിനും അസർ നിസ്കാരം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ചില സമൂഹത്തിന്. പക്ഷെ അവരത് പാഴാക്കിയിട്ടുണ്ട്. അവർ ജീവിതത്തിന്റെ തിരക്കിനിടയിൽ അസർ നിസ്കാരത്തിന് അവരെന്ത് ചെയ്തിട്ടുണ്ട്, പാഴാക്കിയിട്ടുണ്ട്. വേണ്ട രൂപത്തിൽ അതിനെ കെയർ ചെയ്തിട്ടില്ല, സംരക്ഷിച്ചിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറയുന്നു. അതുകൊണ്ട് ഫമിൻ ഹഫിളഹ അൽ യൗമ, ഇന്ന് ഈ സമുദായം ഇതിനെ സംരക്ഷിക്കുകയാണെങ്കിൽ അജ്റുഹ മറത്തൈനി, അയാൾക്ക് 2 കൂലിയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാൻ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇനി അപ്പൊ അഹ്ലു കിതാബിന്റെ ആളുകൾക്ക് അത്ര കൂലിയുണ്ട്, അഹ്ലു കിതാബ് അല്ലാത്ത മുഅ്മിനീങ്ങൾക്കും സഹാബികൾ ഇഷ്ടംപോലെ ആളുകൾ അതിനേക്കാൾ കൂലിയുള്ളവരുണ്ട്. അഹ്ലു കിതാബ് ഇല്ലാത്ത ഈ കാലത്ത് ജീവിക്കുന്ന നമുക്കും ഇഷ്ടംപോലെ. ഞാൻ ഇപ്പൊ 2-3 ഹദീസ് സാമ്പിളിന് പറഞ്ഞെന്നുള്ളൂ. ഒരുപാട് മഹാന്മാർക്ക് അതിനെ കുറിച്ച് ചില വിഷയം ഡീറ്റെയിൽസ് ആയിട്ടുള്ള പഠനം തന്നെ ഉണ്ട്, ഇരട്ടി കൂലി കിട്ടുന്ന ആളുകൾ ആരൊക്കെ എന്നുള്ളതാണ്. അപ്പോ ഈ ആയത്തിറങ്ങിയത് അഹ്ലു കിതാബിന്റെ കാര്യത്തിലാണ്. വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബലിക വബിൽ ആഖിറതി, ആഖിറം കൊണ്ട് എന്താണ്, യൂഖിനൂൻ, അവരെ ദൃഢമായി വിശ്വസിക്കുന്നവരാണ്. ആഖിറത്തിൽ അവര് ദൃഢമായി വിശ്വസിക്കുന്നവരാണ് എന്നാണ്. യഖീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സംശയമില്ലാത്ത ഇൽമിനാണ് ഏത് പറയാ, യഖീൻ എന്ന് പറയും. എന്തുണ്ടാവും, അതിന് യാതൊരു സംശയമില്ലാത്ത ഇൽമാണ് യഖീൻ എന്ന് പറയുന്നത്. അഹ്ലു കിതാബിന്റെ ആളുകൾക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. അഹ്ലു കിതാബിന്റെ ആളുകൾക്ക് അഹ്ലു കിതാബിന്റെ ആ ഗ്രന്ഥം ഇറങ്ങിയ സമയത്ത് തന്നെ ആഖിറത്തിന്റെ വിഷയത്തിൽ പല സംശയങ്ങൾ അവർക്കുണ്ടായിരുന്നു. നമുക്ക് ആഖിറത്തിന്റെ വിഷയത്തിൽ ഉണ്ടാകാൻ പാടില്ല, ശക്ക് ഉണ്ടാകാൻ പാടില്ല. അഹ്ലു കിതാബുകാര് ആഖിറത്തിന്റെ വിഷയത്തിൽ പല അഭിപ്രായത്തിലുണ്ടായിരുന്നു.
നമുക്ക് ആഖിറത്തിന്റെ വിഷയത്തിൽ മഹ്ശറ അല്ലെങ്കിൽ പുനർജന്മം അല്ലെങ്കിൽ മീസാന് അല്ലെങ്കിൽ സിറാത്ത് ഇതിൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ കിടക്കുന്ന പിന്നെ ഖാലിദീന ഫിഹ കാലാകാലം, നരകത്തിലാണെങ്കിൽ കാലാകാലം, ഇതിലൊന്നും നമുക്ക് എന്തില്ല, യാതൊരു അഭിപ്രായത്തിൽ യക്കീനാണ്. അതിൽ നിന്ന് അതൊക്കെ നമുക്ക് യക്കീൻ പോലെയാണ്. യക്കീന് കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും, പിന്നെ അനുഭവിച്ചിട്ടുണ്ടാവും. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള ആ യക്കീന് കേട്ടിട്ടാണെങ്കിലും കണ്ടതുപോലെയാണ്. ആ നിലക്കുള്ള യക്കീൻ വ്യക്തമായ തെളിവുകൾ നമുക്ക് ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഒരിക്കൽ ഹാരിസ റളിയല്ലാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ ഹാരിസ കൈഫ അസ്ബഹത ഹാരിസ, നേരം വെളുത്തപ്പോ നീ ഏത് അവസ്ഥയിലാണ് നേരം വെളുപ്പിച്ചെന്ന് പറഞ്ഞപ്പോ ഞാൻ 100% മുഅ്മിനായിട്ടാണ്, ഒരു സംശയമില്ല, യഖീനുള്ളവനായിട്ടാണ് ഞാൻ നേരം വെളുപ്പിച്ചിട്ടുള്ളത് എന്ന് ആര് പറഞ്ഞു? ഹാരിസ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ ചോദിച്ചു, നമ്മളോട് ആരോടും പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, അത് ആരോടാ പറയണത്? റസൂലുള്ളാഹിയോടാ പറയണത്. ഭംഗിയാക്കി പറയാൻ പറ്റില്ല റസൂലുള്ളാഹിയോട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ ഈമാൻ, നിന്റെ ഹക്ക് എന്താണ് ഹാരിസ? നീ എങ്ങനെയാണ് ഇത്രയും 100% മുഅ്മിനാണ് എന്ന നിലയ്ക്ക് നീ പറയാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോ ഹാരിസ പറഞ്ഞു, ഞാൻ ആഖിറത്തിനെ എന്റെ കണ്ണിൽ കാണുന്നുണ്ട്, സ്വർഗത്തിനെ കാണുന്നുണ്ട്, നരകത്തിനെ കാണുന്നുണ്ട്. 100% എന്റെ കണ്ണുകൊണ്ട് കാണുന്ന പോലെയാണെന്ന് പറയും. അപ്പൊ യക്കീൻ ഉണ്ട് ആ വിഷയത്തില്. അപ്പൊ അങ്ങനത്തെ യക്കീൻ മുഅ്മിനെ ആർക്ക് ഉണ്ടാക്കാൻ കഴിയും? നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ ആഖിറത്തിൽ നമുക്ക് അങ്ങനത്തെ യക്കീനാണ് ഉണ്ടാവേണ്ടത്. അല്ലെങ്കിൽ അവിടെ ഉണ്ടാവേക്കും, നമ്മൾ ചെയ്തു നോക്കാം. അവിടെ ചെന്ന് ഇല്ലെങ്കിലോ പ്രശ്നമില്ല, ഉണ്ടെങ്കിലോ നമ്മൾ രക്ഷപ്പെടുമല്ലോ. ഈ യക്കീനോട് കാര്യമുണ്ടോ? കാര്യമില്ല. ഉണ്ട് എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കേണ്ടത്. അയൽ കിതാബിന്റെ കാര്യത്തിൽ ഇത് പ്രത്യേകം പറയുന്നത്, അയൽ കിതാബിന്റെ കാര്യത്തിൽ അവർക്ക് ആഖിറത്തിന്റെ കാര്യത്തിൽ പല വിഷയത്തിലും യക്കീൻ ഇല്ലായിരുന്നു. യക്കീൻ ഇല്ലാക്കാൻ കാരണം ചില അയൽ കിതാബിന്റെ ആൾക്ക് പറഞ്ഞെന്താണ്, സ്വർഗത്തില് അവര് പറഞ്ഞത് യഹൂദികളും നസാറാക്കളും അല്ലാത്ത ആരും സ്വർഗത്തിൽ കിടക്കൂല എന്നാണ്. ഇനി വരുന്നവരൊന്നും സ്വർഗത്തിൽ കിടക്കൂല എന്ന വാദം ആർക്കുണ്ടായിരുന്നു? അയൽ കിതാബിണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇനി അഥവാ പഠിച്ചോ നരകത്തിട്ടാൽ തന്നെ കുറച്ച് ദിവസം നരകത്തിലിടുള്ളൂ, ഇല്ല അയ്യാമൻ മഅദൂദത്ത്, കുറച്ച് ദിവസം ഞങ്ങളിടുള്ളൂ, പിന്നെ ഞങ്ങൾ സ്വർഗത്തിൽ തന്നെ ഇടും എന്ന വാദം ആർക്കുണ്ടായിരുന്നു? അയൽ കിതാബിണ്ടായിരുന്നു. അതുപോലെ തന്നെ ദുനിയാവിന് സുഖമുള്ളവർക്ക് പരലോകത്ത് സുഖം ഉണ്ടാവുള്ളൂ എന്ന ധാരണ ഉണ്ടായിരുന്നു. ദുനിയാവിന് സുഖലോപത്തിൽ അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടായതുകൊണ്ട് അങ്ങനെ നല്ല എന്ത് ചെയ്യുന്നത്, സുഖലോപത്തിൽ അവർ കഴിപ്പിക്കുന്നത്. അപ്പൊ ആ ഇഷ്ടമുണ്ടായതുകൊണ്ടല്ലേ അപ്പൊ പരലോകത്തും ഇഷ്ടം ഉണ്ടാവും, അപ്പൊ സുഖം ഉണ്ടാവുന്ന. ദുനിയാവിൽ കഷ്ടപ്പെടുത്തുന്ന അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാന്നുള്ള ദാദം ചില അയൽ കിതാബിണ്ടായിരുന്നു. അതുപോലെ സ്വർഗത്തിലെ നിയമത്തുകൾ കാലാകാലം നിൽക്കൂല എന്നുള്ള അഭിപ്രായക്കാരുണ്ടായിരുന്നു. അങ്ങനെ കുറെ വിഷയങ്ങൾ ആഖിറത്തിന്റെ വിഷയത്തിലുണ്ടായിരുന്നു. പിന്നെ ആഖിറത്തിന്റെ വിഷയത്തിൽ അഹ്ലു കിതാബിന്റെ ചില വാദങ്ങൾ ഇങ്ങനെയായിരുന്നു. എന്താ വെച്ചാല് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ശാരീരിക ഭോഗങ്ങൾ സ്വർഗത്തിൽ നടത്തുന്നുണ്ട്, അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്ന സ്വാദിഷ്ടമായ വിഭവങ്ങൾ സ്വർഗത്തിൽ കഴിക്കുന്നുണ്ട്. ഇതൊന്നും ഒക്കെ ദുന്യാവിലുള്ള സംഗതിയാണ്. ഇതൊന്നും സ്വർഗത്തിലുണ്ടാവില്ല. സ്വർഗത്തിൽ റൂഹിയായ ആസ്വാദനം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് അഹ്ലു കിതാബിന്റെ ചില ആളുകളുടെ വാദം. സത്യത്തിൽ അങ്ങനെയല്ല. റൂഹിയ ആസ്വാദനം നമുക്കുണ്ടാവും, അള്ളാഹുമായിട്ടുള്ള ലിഖാഹ് ഉണ്ടാവും, സ്വർഗീയമായ കേൾവികൾ ഉണ്ടാവും, സ്വർഗീയമായ പിന്നെ വാസനകൾ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ ശാരീരികമായ ആസ്വാദനം എവിടെ ഉണ്ട്? സ്വർഗത്തിലുണ്ട്. പൂർണ്യങ്ങളുണ്ട്, നല്ല ഭക്ഷണങ്ങളുണ്ട്, നല്ല മാംസങ്ങളുണ്ട്. ഇതൊക്കെ പരിശോധിക്കാൻ പറഞ്ഞ ഇതൊക്കെ ആഖിറത്തിലുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. അതൊന്നുമില്ല, അതൊക്കെ ദുന്യാവിലെ സംഗതികളാണ്, അതൊന്നും പരലോകത്തില്ല എന്ന് പറഞ്ഞവരാണ് അഹ്ലു കിതാബിൽപ്പെട്ട കുറെ ആളുകൾ. അപ്പൊ ആഖിറത്തിൽ ഒരു യഖീൻ ഉണ്ടാകുമെന്ന് പ്രത്യേകം പറയാൻ കാരണം അവർക്ക് ഇങ്ങനത്തെ കുറെ വിഷയത്തിൽ എന്തുണ്ടായിരുന്നു? വികലത ഉണ്ടായിരുന്നു. അതും കൂടി എന്ത് ചെയ്യാണ്? വിശുദ്ധ ഖുർആൻ ക്ലിയർ ചെയ്യണം. അപ്പൊ മനസ്സിലാക്കുക, വബിൽ ആഖിറത്തി, ആഖിറം കൊണ്ട് അവർ യൂഖിനൂൻ, ദൃഢവിശ്വാസിയായിരുന്നു എന്നാണ്. അപ്പൊ യഖീൻ ഉണ്ടാവുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ഒരു ബാധ്യതയാണ്. യഖീൻ ഉണ്ടാവുമ്പോഴേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? അതിന്റെ ഈമാന്റെ ഫലപുഷ്ടത നമുക്കുണ്ടാവുള്ളൂ. അപ്പോഴേ നമ്മളെ യക്കീന്റെ സമ്പ്രത്ത് എന്ന് പറയും. യക്കീന്റെ നമുക്ക് കിട്ടുന്ന സംഗതി എന്താണ്? നമുക്ക് യക്കീന്റെ കിട്ടുന്ന സംഗതി എന്താണ്? പരലോകത്തിന് വേണ്ടി നമ്മൾ റെഡിയാകും എന്നുള്ളതാണ്. നമുക്ക് യക്കീൻ ഉണ്ട് എന്നുള്ള അടയാളം എന്താ? നമ്മളെ പണി ദുന്യാവിന്റെ പണിയേക്കാൾ പരലോകത്തിന്റെ പണിക്ക് നമ്മൾ എന്ത് ചെയ്യും? പ്രാധാന്യം കൊടുക്കും. അങ്ങനെ നമുക്ക് കൊടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഏതുണ്ട്? യക്കീൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. മഹാന്മാർ പറയുന്നുണ്ട്, 10 കൂട്ടർ വല്ലാത്ത ചതിയിൽപ്പെട്ടിട്ടുണ്ടെന്നാണ്.
ഞാൻ വായിച്ചിട്ട് നിർത്തുകയാണ്. മൻ ഐഖന അന്നല്ലാഹ ഖാലിഖുഹു വലാ യഅബുദു. അല്ലാഹു തആല എന്നെ പഠിച്ചതെന്ന് ഒരാൾക്ക് ഉറപ്പുണ്ട്, പക്ഷെ അല്ലാഹുക്ക് ഇബാദത്ത് എടുക്കുന്നില്ല. അതുപോലെ വമൻ ഐഖന അന്നല്ലാഹ റാസിഖുഹു വലാ യത്മഇന്നു ബിഹി. ഒരു മനുഷ്യന് ഉറപ്പുണ്ട് അല്ലാഹു തആല എനിക്ക് റിസ്ക് നൽകുന്ന, റിസ്കിന്റെ കാര്യത്തിൽ പടച്ചോനിലേക്ക് എന്തില്ല, മാനസികമായ എന്തില്ല, ഒരു സമർപ്പണം അയാൾക്കില്ല. മറ്റൊന്ന് ദുന്യാവ് നീങ്ങുമെന്ന ഒരു മനുഷ്യന് ഉറപ്പാണ്, പക്ഷെ ദുന്യാവിന്റെ മേലാണ് അവന്റെ അധ്വാനങ്ങളൊക്കെ, അതിനു വേണ്ടിയിട്ടാണ്. മറ്റൊന്ന് അനന്തരാവശികൾ അവന്റെ ശത്രുക്കളാവും എന്നുറപ്പാണ്, പക്ഷെ അവൻ ജീവിക്കുന്നവൻ സമ്പാദിക്കുന്നത് അനന്തരാവശികൾക്ക് വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ, സമ്പന്നൻ പിൻഗാമികളുടെ ഗജാഞ്ചിയാണെന്ന. അധികം ആളുകൾ സമ്പാദിക്കുന്നത് എന്റെ മക്കൾക്ക് പേരക്കുട്ടികൾക്ക് അതിന്റെ കുട്ടികൾക്ക് എന്നുള്ളതിലേക്കാണ്. സത്യത്തിൽ ഇത് ചിലപ്പോ നമുക്ക് ഉപദ്രവമാകാൻ എന്തുണ്ട് കൂടുതൽ ചാൻസ്. അപ്പൊ നമുക്ക് ജീവിക്കാൻ എന്തുണ്ടോ അതേ നമുക്ക് നോക്കേണ്ടതുള്ളൂ. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ ഒരു മനുഷ്യന് മരണം ഉറപ്പാണ്, പക്ഷെ അതിനു വേണ്ടി അയാൾ റെഡി ആകുന്നില്ല. ഖബർ ഉറപ്പാണ്, പക്ഷെ ഖബറിന് വേണ്ടിയുള്ള പരിപാലനങ്ങൾ അയാൾ നടത്തുന്നില്ല. ഒരു മനുഷ്യന് സിറാത്ത് ഉറപ്പാണ്. സിറാത്ത് എന്ന് പറഞ്ഞാൽ എന്താ, വളരെ മൃദുലമായ വളരെ നൈസായ പാലമാണ്. അപ്പൊ അതിൽ പോകാനുള്ള വെയിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, കുറക്കണം. ഇബാദത്തുകൾ കൊണ്ടാണ് വെയിറ്റ് കുറക്കുക, അല്ലാതെ ഭക്ഷണം കുറച്ചിട്ട് വെയിറ്റ് കുറച്ച് കാര്യമില്ല. ഇബാദത്തുകളിൽ വെയിറ്റ് കുറച്ച് ഇടിമിന്നൽ പോകാനുള്ള പണി മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല, എടുക്കുന്നില്ല. നരകമുണ്ടെന്ന് ഉറപ്പാണ്, പക്ഷെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പണി എടുക്കുന്നില്ല. സ്വർഗമുണ്ടെന്ന് ഉറപ്പാണ്, പക്ഷെ അതിനു വേണ്ടിയുള്ള അധ്വാനം ചെയ്യുന്നില്ല. ഇങ്ങനെ കുറെ ആളുകൾ യക്കീനുണ്ടെങ്കിലും ആ വിഷയത്തിലൊക്കെ യക്കീനുണ്ട്, പക്ഷെ യക്കീൻ ഉണ്ടായിട്ടൊന്നുമില്ല. നേരത്തെ നമ്മൾ പറയാൻ എന്താ, യക്കീൻ ഉണ്ടാവണമെന്നാണ്. ഇനി പറയാൻ എന്താ, ഈ വിഷയത്തിൽ യക്കീനുണ്ട്, പക്ഷെ യക്കീനനുസരിച്ച് എന്തില്ല, പ്രവർത്തനം ഇല്ല. അങ്ങനെ ഇല്ലെങ്കിൽ അവരൊക്കെ മഹാക്കണിയിൽ അകപ്പെട്ടിട്ടുണ്ട് എന്നാണ് മഹാന്മാർ പറയുന്നത്. അല്ലാഹു തആല യക്കീൻ ഉണ്ടാവുകയും അതനുസരിച്ച് അമൽ ചെയ്യുകയും ചെയ്യുന്ന മുഅ്മിനീങ്ങൾ അല്ലാഹു തആല ഉൾക്കൊള്ളിക്കട്ടെ. അല്ലാഹ് അവന്റെ സ്വാലിഹീങ്ങളായ നല്ല അടിമകൾ അല്ലാഹു തആല നമ്മളാക്കി തീർക്കട്ടെ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ നിർത്തുകയാണ്.